നമസ്കാരം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നാണ് വെയ്പ്പ്. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് നിയമത്തിൽ അധിക നിയമപരിരക്ഷ നൽകില്ലായിരുന്നല്ലോ. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള ഒരു വകുപ്പുണ്ട്. ആ വകുപ്പ് ചുമത്താം, ആ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യുക, അതിൻ്റെ നിയമ നടപടികളൊക്കെ നടത്താം. പക്ഷേ പുരുഷത്വത്തെ അപമാനിച്ചു എന്നുള്ള ഒരു കേസ് നമ്മുടെ നിയമ വ്യവസ്ഥയിലില്ല. അതുകൊണ്ടാണല്ലോ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ക്രൂരതയ്ക്കിരയായി കോഴിക്കോട് ഗോവിന്ദാപുരത്ത് ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇവിടെ ഈ അടുത്ത കാലത്ത് തന്നെ തൊടുപുഴയിൽ ഒരു ഓട്ടോ ഡ്രൈവറെ ഒരു സ്ത്രീ ആക്ഷേപിച്ച സംഭവം പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ കഴക്കൂട്ടത്ത് ഓട്ടോ ഡ്രൈവറെ സ്ത്രീ ആക്ഷേപിച്ച സംഭവം പുറത്തു വന്നിട്ടുണ്ട്. ഇത് മറിച്ചായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അതുകൊണ്ട് സ്ത്രീകൾക്കും ഒരു ധാരണയുണ്ട്, ഞാൻ സ്ത്രീയാണ്, എനിക്ക് എന്തും പറയാം. ഇനി അവൻ എന്തെങ്കിലും തിരികെ പറഞ്ഞാൽ എനിക്കൊരു പരാതി എഴുതി കൊടുത്താൽ മതി, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ആ ഒരു അഹങ്കാരം സ്ത്രീകൾക്കുണ്ട്. അതുമാത്രമല്ല, ഇവർക്ക് പല നിയമങ്ങളും പലപ്പോഴും നിയമം വഴിവിട്ടുള്ള പരിരക്ഷ നൽകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 498A അഥവാ സ്ത്രീധന ഗാർഹിക പീഡന നിരോധന നിയമം. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ് എന്നാണ്. പിന്നെ എങ്ങനെയാണ് സ്ത്രീധന ഗാർഹിക പീഡന നിരോധന നിയമം ഉണ്ട്? അതിൻ്റെ പ്രസക്തി എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് ഇത്ര പവൻ സ്വർണം കൊടുത്തു, ഇത്ര പണം കൊടുത്തു, ഇത്ര ഭൂമി കൊടുത്തു, കാറ് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ത്രീധനമാണല്ലോ അത്. സ്ത്രീധനം കൊടുത്ത് അവരും കുറ്റക്കാരാകട്ടില്ലേ? അതിനും ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് വിവാഹമോചന കേസുകളിൽ സ്ത്രീധനം എന്നുള്ള വാക്ക് മാറ്റി വിവാഹ സമ്മാനമായി കൊടുത്തത്, അതായത് കോടതിയെ കൂടി കബളിപ്പിക്കുന്ന ഒരു ഇതാണ്. എന്തായാലും ഞാൻ ഈ പറഞ്ഞത് ഒരു ആമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, പുരുഷനേക്കാൾ വളരെയധികം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് സ്ത്രീ. അവർക്ക് ഒരു സ്ത്രീ, അതായത് ഒരു പരിധി വരെയുള്ള സ്ത്രീകൾ, മാതൃത്വം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ മാതൃത്വമാണ് വലിയ ഒരു കാര്യമായി എടുത്തു കാണിക്കുന്നത്. ശരിയാണ്, അമ്മയോളം പ്രാധാന്യം അച്ഛനുമുണ്ട്. പക്ഷെ അമ്മ 10 മാസം നമ്മളെ വയറ്റിൽ ചുമന്ന് പ്രസവിക്കുന്നു. അങ്ങനെ പ്രസവിച്ച എത്രയോ അമ്മമാർ കുട്ടികളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ കുട്ടി അവരുടെ പൊക്കിൾ കൊടി പോലും അറുത്തുമാറ്റി എടുത്ത് ദൂരെ എറിഞ്ഞ സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് ആലപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട്, എറണാകുളത്തുണ്ടായിട്ടുണ്ട്. വളർത്തിയ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ അമ്മമാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വരുമ്പോൾ സ്ത്രീയെ സംരക്ഷിക്കുന്ന ഒരു നിയമം, അത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും. പിന്നെ പലരും ഹണി ട്രാപ്പൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ, നിരവധി പേരെ അറിയാം, നിരവധി പേര്. പക്ഷേ നമുക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു. അതായത് ഒരു പുരുഷനുമായി ബന്ധം സ്ഥാപിക്കുകയും അയാളിൽ നിന്ന് പലതും ഊറ്റിയെടുക്കുകയും പിന്നീട് അയാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് അത് കാണിച്ച് അയാളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നാണ്. അതായത് ഈ പുരുഷൻ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് നോക്കൂ, എന്തൊരു അസംബന്ധമാണെന്ന് നോക്കൂ. ഈ സ്ത്രീ തന്നെ ഒരു ബന്ധം സ്ഥാപിക്കുന്നു, കാരണം പണിയെടുക്കാതെ ജീവിക്കണമല്ലോ. ബന്ധം സ്ഥാപിക്കുന്നു. ഈ കിഴങ്ങനായ പുരുഷൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, കൂടെ താമസിപ്പിക്കുന്നു. ഇത് പിന്നെ അവൻ്റെ ലോകം അതാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവളുടെ തനി സ്വരൂപം പുറത്തെടുക്കുമ്പോഴാണ് താൻ എലിക്കണിയിലാണ് വെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഈ മണ്ട ശിരോമണി അറിയുന്നത്. അപ്പോഴാണ് പറയുന്നത് എന്നെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ളത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു തുടങ്ങിയത് അതേക്കുറിച്ചല്ല. നമ്മുടെ രാജസ്ഥാനിലെ ജയ്പൂരിൽ ഒരു പെൺകുട്ടി അവളുടെ അമ്മയെ കൊലപ്പെടുത്തി സർക്കാർ ജോലി കിട്ടാനായി. നോക്കൂ, സ്വന്തം പെറ്റമ്മയെ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ഒരു മകൾ കൊലപ്പെടുത്തുകയാണ്. ഈ പെൺകുട്ടിക്ക് വെറും 23 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഇവളുടെ ഭർത്താവ് ഈ കുട്ടിയുടെ അച്ഛനായ വിജയ് ശർമ്മ മരിച്ചതിനെ തുടർന്ന് രവീന്ദ്രനഗർ സ്വദേശിയായ നീരജ ശർമ്മയ്ക്ക് ലഭിച്ച ജോലി സ്വന്തമാക്കാനാണ് ഈ ആയുഷി എന്ന് പറയുന്ന മകൾ വാടക കൊലയാളികളെ ഏർപ്പെടുത്തി ഈ സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയത്. പിന്നീട് മരണം വാഹനാപകടമായി ചിത്രീകരിച്ചു. വിജയ് ശർമ്മയുടെ അടുത്ത ബന്ധു മോഹൻ സ്വരൂപ് ഉൾപ്പെടെ 7 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭിന്നശേഷിക്കാരനായ സഹോദരന് നൽകുന്ന സ്നേഹവും പ്രത്യേക പരിഗണനയും സ്നേഹം തനിക്ക് ലഭിക്കാത്തതിൻ്റെ പേരിൽ വർഷങ്ങളായി അമ്മയോട് വിദ്വേഷമുണ്ടായിരുന്നു എന്നൊക്കെ ഈ ആരുഷി സമ്മതിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ ഹൈക്കോടതിയിലെ ജീവനക്കാരനായിരുന്ന വിജയ് ശർമ്മ, അതായത് ഈ നീരജ ശർമ്മയുടെ ഈ ആയുഷിയുടെ അച്ഛൻ മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുമ്പോൾ 1 വർഷം മുമ്പാണ് മരിച്ചത്. മരിച്ചതിന് ശേഷമാണ് അമ്മയ്ക്ക് ജോലി കിട്ടിയത്. ഇത് തട്ടിയെടുക്കാനാണ് ഈ കുട്ടി ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തത്. 23 വയസ്സ് മാത്രമായിരുന്നു ആ പെൺകുട്ടിയുടെ പ്രായം. നോക്കൂ, എത്രയോ പെൺകുട്ടികൾ തങ്ങളുടെ കുടുംബം പുലർത്താൻ വേണ്ടി, അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ നോക്കാൻ വേണ്ടി അവരൊക്കെ പലയിടങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. വളരെ അന്തസ്സായി കുടുംബം പുലർത്തുന്നുണ്ട്. അവിടെയാണ്
ഈ ആരുഷി എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇത്തരത്തിലൊരു ക്രൂരത കാണിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് പുരുഷന്മാരെക്കാൾ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ എന്തുകൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കേരളത്തിലെ കാര്യം മാത്രം എടുക്കാം. ഗ്രീഷ്മ, കഷായം ഗ്രീഷ്മ. ഈ കഷായം ഗ്രീഷ്മയ്ക്ക് എത്ര വയസ്സായിരുന്നു പ്രായം? 22 23 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അവളുടെ കാമുകനായ ഒരു ചെറുപ്പക്കാരനെ എത്ര ക്രൂരമായി, എത്ര ആസൂത്രിതമായ പദ്ധതി നടപ്പിലാക്കിയാണ് അവൾ കൊലപ്പെടുത്തിയത്. കഷായത്തിൽ വിഷം കലർത്തി അയാളെ കൊലപ്പെടുത്തിയത്. ഇന്ന് വധശിക്ഷയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ മുല്ലൂർ ശാന്തകുമാരി വധക്കേസിലെ പ്രതി റഫീഖ ബീബി, അവർക്കും വധശിക്ഷ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ടുപേർക്കും വധശിക്ഷ വിധിച്ചത് ജസ്റ്റിസ് ബഷീർ എന്ന് പറയുന്ന ഒരു ന്യായാധിപനായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് സ്വർണ്ണത്തിനോ പണത്തിനോ എന്തോ വേണ്ടിയാണ് ശാന്തകുമാരി എന്ന് പറയുന്ന വന്ധ്യവയോധികയെ ഈ റഫീഖ ബീവി കൊലപ്പെടുത്തിയത്. അവരെ മകനെ ഒക്കെ ചേർന്ന് കൊലപ്പെടുത്തിയത്. പിന്നെ ധർമ്മടത്തെ സൗമ്യ, കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി അച്ഛനെയും അമ്മയെയും നൊന്ത് പ്രസവിച്ച മക്കളെയും എലിവിഷം നൽകി കൊലപ്പെടുത്തി. പിന്നീട് റിമാൻഡിൽ കഴിയുമ്പോൾ ജയിലിൽ വെച്ച് തൂങ്ങി മരിച്ചു. ഷെറിൻ കാരണവർ, അതായത് കഞ്ഞി കുടിക്കാൻ വകയില്ലാതിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഭാസ്കര കാരണവർ എന്ന് പറയുന്ന ഒരു സമ്പന്നൻ്റെ മകൻ, ഓട്ടിസം ബാധിച്ച മകൻ്റെ ഭാര്യയായി കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ആ ഭാസ്കര കാരണവരെ തന്നെ കൊലപ്പെടുത്തിയ ഒരു സ്ത്രീയാണ് ഈ ഷെറിൻ കാരണവർ. കൂടത്തായി ജോളി, ഒരു പിഞ്ച് കുഞ്ഞിനെ അടക്കം 6 പേരെയാണ് ജോളി സയനൈഡ് നൽകി കൊലപ്പെടുത്തിയത്. നെയ്യാറ്റിൻകരയിലെ ശ്രീതു സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ട് അത് ഭർത്താവിൻ്റെ തലയിൽ വെച്ചു കൊടുക്കാൻ ശ്രമിച്ച ഒരു സ്ത്രീയാണ്. ഇപ്പോഴും ജയിലിലാണെന്ന് തോന്നുന്നു. ഒരു സഹോദരനുമായി അവിഹിത ബന്ധം പോലും ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ഈ ശ്രീതു എന്ന് പറയുന്ന സ്ത്രീ. ഇനി കുപ്രസിദ്ധമായ ഇലന്തൂർ നരബലി കേസിലെ ലൈല, സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് മന്ത്രവാദിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അവിടെ കൊലപ്പെടുത്തിയ സ്ത്രീകളുടെ ആന്തരികാവയവങ്ങൾ കറി വെച്ച് ഭക്ഷിക്കുക. ഓർത്ത് നോക്കൂ, എത്ര ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു അത്. അതുപോലെ നിമിഷപ്രിയ, ഇപ്പോഴും വധശിക്ഷ കാത്ത് MLA ജയിലിൽ കഴിയുകയാണ്. അവിടെ തലാൽ, ഇബ്രാഹിം തലാലോ എന്താണ് അയാളുടെ പേര്, അയാളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തി അയാളുടെ ശരീരം പല കഷണങ്ങളായി അറുത്തു മുറിച്ച് വാട്ടർ ടാങ്കിൽ തള്ളിയ ഒരു വ്യക്തിയാണ് ഈ നിമിഷപ്രിയ. ഇപ്പോൾ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കൊലപാതകം നടത്തി എന്ന് പറഞ്ഞാൽ പോലും അതിനൊരു ന്യായമുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഒരാളെ ഓവർഡോസ് മരുന്ന് നൽകി കൊലപ്പെടുത്തുക, പിന്നീട് കഷണമായി മുറിച്ച് അത് പോളിത്തീൻ ബാഗിലാക്കി വാട്ടർ ടാങ്കിൽ തള്ളുക. ഇത് സാധാരണ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണോ? ഇനി ഡോക്ടർ ഓമന, അതും ഇതുപോലെ തന്നെയാണ്. മുരളീധരൻ എന്ന് പറയുന്ന തൻ്റെ കാമുകനെ കൊലപ്പെടുത്തി ആ മൃതദേഹം കഷണങ്ങളാക്കി സൂട്ട് കേസിലാക്കി കൊടൈക്കനാലിലേക്ക് തള്ളാൻ കൊണ്ടുപോകുമ്പോഴാണ് ഓമന പിടിക്കപ്പെട്ടത്. പക്ഷേ പിന്നീട് ഓമന റിമാൻഡിലിറങ്ങി മുങ്ങി. അപ്പോൾ ഇപ്പോഴും അവർ ഒളിവിലാണ്, അവരെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. അനുശാന്തി, ആറ്റിങ്ങലിലെ അനുശാന്തി, ഈ അനുശാന്തി കാമുകന് വേണ്ടിയാണ് സ്വന്തം കുഞ്ഞിനെയും ഭർത്താവിൻ്റെ അമ്മയെയും കൊലപ്പെടുത്തിയത്, ഈ കാമുകനെ വിട്ട് കൊലപ്പെടുത്തിയത്. ഇപ്പോൾ അവൾ ജയിലിൽ നിന്ന് ഇറങ്ങി, കാമുകൻ ഇപ്പോഴും അകത്ത് കിടപ്പുണ്ട്. എന്തായാലും ഈ അനുശാന്തി ജയിലിൽ നിന്ന് ഇറങ്ങി അവരുടെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ ഈ പുരുഷന്മാരെയൊക്കെ സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തിപരമായി ധാരാളം അധിക്ഷേപിക്കുന്ന സ്ത്രീകളെ കാണാറുണ്ട്. ഞാനിത് പറഞ്ഞതിനൊരു കാരണമുണ്ട്. കാരണം ഈ പുരുഷന്മാരെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരു വിഭാഗം സ്ത്രീകൾ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. അവരെ ഒരു വലിയ ദുഷ്ടന്മാരാണ്, അവർ അത്രയും ഒരു മൃഗീയമായ മാനസികാവസ്ഥയുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നവരുണ്ട്. അവരൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലും ക്രൂരകൃത്യങ്ങളുടെ കാര്യത്തിലും പുരുഷന്മാരെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കും സ്ത്രീകൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്.